നമസ്തേ കുട്ടികളെ. ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ വീടിന് മുന്നിൽ ചില സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല എന്ന് പറയാറുണ്ട് നമ്മുടെ മൂത്തവർ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ചെരുപ്പ്. നമ്മൾ നേരെ പടി കിടന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ നിൽക്കുന്ന നമ്മൾ പറയും കട്ട്ല വാതിൽ, ആദ്യത്തെ വാതിലും കട്ട്ലയുണ്ടല്ലോ, അതിന് നേരെ ഇടാൻ പാടില്ലാത്തതാണ് ചെരുപ്പ്. എല്ലാവരും കുട്ടികളായാലും മൂത്തവരായാലും ജോലിക്ക് പോകുന്നവരൊക്കെ എന്താ ചെയ്യുക, നേരെ ഓഫീസിൽ നിന്നായാലും എവിടെ നിന്നായാലും പുറത്തുനിന്ന് പോയി ഓടി വന്നാൽ നേരെ നമ്മുടെ മെയിൻ കട്ടിലേക്ക് നേരെ ചെരുപ്പ് ഊരിയിടുക. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. പണ്ടൊക്കെ പറയുന്നത് കേട്ടില്ലേ, ചെരുപ്പ് വീടിന് മുന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ദോഷമാണെന്ന്. ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് നമ്മൾ പല സ്ഥലത്തും ചവിട്ടിയിട്ട് വരുന്നതാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ ചവിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു ഉഴിഞ്ഞൊക്കെ ഇട്ട് പുറത്ത് കളഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ചവിട്ടി വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് ദോഷമാണ്. അപ്പോൾ ആ ചെരുപ്പ് ഒരിക്കലും നമ്മൾ വീടിൻ്റെ മുന്നിൽ ഇടരുത്. വീടിൻ്റെ മുന്നിലെന്ന് പറയുന്നത് നേരെ വീടിന് ഉണ്ടാകുന്ന ആദ്യത്തെ കട്ട്ല വാതിലുണ്ടാവില്ലേ, അതിൻ്റെ നേരെയാണ് കേട്ടോ. നമ്മൾ വീട് കയറി ചെല്ലുന്ന ആദ്യത്തെ വാതിലിന് മുന്നിൽ ഇടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മഹാലക്ഷ്മി ദേവിക്ക് അല്ലെങ്കിൽ ഐശ്വര്യ ദേവതയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ചെരുപ്പ്. അപ്പോൾ ആ ചെരുപ്പ് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ചിരിക്കാതെയോ അല്ലെങ്കിൽ വരുമോ എന്ന് പറയാതെയോ അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് വരാനുള്ളൊരു സന്തോഷം ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ വീട് ആകെ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അയ്യോ എന്താ ഈ വീട് ഇങ്ങനെ കിടക്കണമെന്ന്. അതുമാതിരി തന്നെയാണ് മഹാലക്ഷ്മി കയറി വരുമ്പോൾ ചെരുപ്പ് കാണുമ്പോൾ ആ മുഖത്തിന് ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ആ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിക്ക് കയറാനുള്ള ഒരു ഇഷ്ടക്കുറവുണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മളെ മുന്നിലുള്ള ആദ്യം കിടക്കുന്ന കട്ടിലയ്ക്കോ വാതിലയ്ക്കോ ഈ ചെരുപ്പ് ഇടാൻ പാടില്ല. അത് വളരെ അപ്പം നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ ചെരുപ്പ് വെക്കാൻ സ്ഥലമില്ലാത്തവർ എന്ത് ചെയ്യും? ഫ്ലാറ്റിലോ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുന്നവർ എന്താണ് ചെയ്യാൻ നിൽക്കും? ആ നേരെ കട്ടിലേക്ക് നേരെ ഇടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമുക്ക് കുറച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റിയിടാം. അതുമാതിരി തന്നെ ആദ്യമായിട്ട് ചെരുപ്പ് കാണാതിരിക്കുന്ന ഒരാൾ വരുമ്പോഴും ചെരുപ്പ് പുറത്ത് കാണാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മളതിനൊരു ചെറിയൊരു പെട്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഷൂ റാക്കൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ വാങ്ങി വെച്ചാലും ഒരു കുഴപ്പമില്ല അതിനെ. ഇല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ വന്ന ഉടനെ ആരും കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും ആ ചെരുപ്പ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീടിന് മുന്നിൽ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം പോകുന്നതാണ്, വരുന്ന ഐശ്വര്യ ദേവത തിരിച്ചു പോകുന്നതാണ് പറയുക. അപ്പോൾ ഇതൊക്കെ മുന്നിലുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു തന്ന കാര്യമാണ് കേട്ടോ. രണ്ടാമത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഇപ്പോൾ മഴക്കാലമാണ്, ചിലവർ നമുക്ക് സ്ഥലമില്ല, എത്ര തുണി ഉണ്ടായാലും തോരയിടാൻ സ്ഥലമില്ല. എന്നാൽ കൂടെ നമ്മൾ കയറി വരുന്ന ഉമ്മറപ്പടി എന്നൊക്കെ പറയില്ലേ, ഉമ്മറപ്പടി അല്ലെങ്കിൽ കട്ട്ല വാതിൽ എന്നൊക്കെ പറയില്ലേ, അതിന് മുന്നേ അഴുക്കോലിൽ തുണി തോരയിടാറുണ്ട് ചിലവർ. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. ഈ തുണി തോരയിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദാരിദ്ര്യം തരുന്ന ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ, ഈ തുണി തോരയിട്ട് അത് നമ്മുടെ തലയിൽ കൂടെ അല്ലെങ്കിൽ വേറൊരാൾ വരുമ്പോൾ തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമുള്ള ഒരു കാര്യമാണ്. അതുമാതിരി തന്നെയാണ് നമ്മുടെ വീട്ടിൽ വരുന്ന മഹാലക്ഷ്മിക്ക് കയറി വരാനും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ തുണി നേരെ വീടിന് മുന്നിൽ തോരയിടുക. മുന്നിലെന്ന് പറയുന്നത് നേരെ കട്ടിലേക്ക് നേരെ, നമ്മുടെ ഫ്രണ്ടിലുള്ള കട്ടിലേക്ക് നേരെ ഒരിക്കലും തുണി തോരയിടാൻ പാടില്ല. നമുക്ക് കുറച്ച് നീക്കിയൊക്കെ ഇടാം. തീരെ സ്ഥലമില്ലാത്തവരൊക്കെയാണെങ്കിൽ അകത്തോ നമ്മൾ കിടക്കുന്ന മുറിയിലോ എവിടെ വേണമെങ്കിൽ, ഒരു മുറിയുള്ളവരെങ്കിലും നമുക്ക് അതിൽ അഴുക്കോലി കെട്ടിയിട്ട് ഇടാം. എന്നാൽ കൂടെ തുണി തോരയിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിൽ മുട്ടാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ തുണി തോരയിടുക, ചെരുപ്പ് നേരെ വീട്ടിൽ കട്ടിലയുടെ മുമ്പിലിടുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐശ്വര്യം കുറവായിട്ടുണ്ടാവും. നമ്മൾ എത്ര പൂജയും കാര്യങ്ങളും ചെയ്താലും മഹാലക്ഷ്മിക്ക് കയറി വരാൻ സന്തോഷമില്ല വെച്ചാൽ ഒരിക്കലും അങ്ങനെ ദേവി കയറി വരില്ല. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ കട്ടിലേക്ക് നേരെ അതേമാതിരി ചെരുപ്പ് തുണികളും തോരയിടാതിരിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പണ്ടുകാലം മുമ്പിലെ പറഞ്ഞിട്ടുണ്ട്, കട്ടിലേക്ക് നേരെ ഒന്നും വെക്കാൻ പാടില്ല, ഇടാൻ പാടില്ല. നമുക്ക് ആ ദേവിക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടില എപ്പോഴും ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഐശ്വര്യദേവത കയറുന്ന വെച്ചാൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.